അതൊന്നുമില്ല. പിണറായി വിജയന് ചെയ്യാൻ പറ്റുന്ന അയാൾ ചെയ്യട്ടെ, ബാക്കി നമുക്ക് നോക്കാം. പിണറായി വിജയന് ചെയ്യാൻ പറ്റുന്ന അയാൾ ചെയ്യട്ടെ, ബാക്കി നമുക്ക് നോക്കാം. ഹലോ ഗെയ്സ്, എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അങ്ങനെ മൂന്നാമത്തെ അതിജീവിത എത്തി കുറെ പരാതി കൊടുത്തു, തെളിവുകളൊക്കെ സമർപ്പിച്ചു. അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടം വീണ്ടും അഴിക്കുള്ളിലേക്ക്. അപ്പൊ ഇതിന് പിന്നിൽ ആരൊക്കെയോ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളിവിടെ ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു സ്വർണ്ണക്കൊള്ള കേസിന്റെ ആ ഒരു അന്വേഷണങ്ങളൊക്കെ ദ്രുതഗതിയിൽ നടക്കുന്ന സമയത്ത്, അതുപോലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഈ ഒരു സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പീഡന പരാതി വീണ്ടും ഒരു അതിജീവിത കൊണ്ട് കൊടുക്കുന്നു. പിന്നെ മാധ്യമങ്ങൾ നിറയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്തയാകുന്നു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ ചില പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു കേസന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു പീഡന പരാതി പൊങ്ങി വന്നത് എന്നുള്ളത് പലർക്കും സംശയമുണ്ട്. എന്തായാലും അന്വേഷണങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. അതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസായാലും അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുടെ കേസായാലും കേസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അന്വേഷണം നന്നായിട്ട് നടക്കട്ടെ. ഇവിടെ ആരൊക്കെയാണ് ശരിക്കും കൊള്ളകൾ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ജനങ്ങൾക്ക് അറിയണമല്ലോ. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണം. പകരം അയാളെ ഇപ്പൊ ഈ ഒരു കേസിലേക്ക് വലിച്ചിട്ടത് പലരുടെയും മുഖം രക്ഷിക്കാനാണോ എന്നറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം.